ഇവിടെയൊക്കെ എന്തൊരു മാറ്റം. ഈ വഴിയായിരുന്നല്ലോ അവളുടെ വീട്. ഇനി വീട് മാറിപ്പോയോ? അതാ ഒരു വീട്. അങ്ങോട്ട് പോയൊന്ന് അന്വേഷിക്കാം. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ സ്വപ്നത്തിൽ കണ്ട കഥ പറയാമെന്ന്, അതിന്ന് പറ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പണ്ടാരനെയാ. നിനക്ക് പേടിയാവും. പണ്ടാരനോ? അതാരാ? 2 കണ്ണും നീണ്ട ചുണ്ടും തലി കൊമ്പുള്ള ഒരു ഭയങ്കര ജീവിയാ പണ്ടാരൻ. വാലില്ലല്ലോ പണ്ടാരന്. ആര് പറഞ്ഞു വാലില്ലെന്ന്? വലിയ വാലും 2 ചിറകുമുണ്ട് പണ്ടാരന്. രാത്രി ഇങ്ങനെ പമ്മി പമ്മി നടക്കും. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പറന്ന് മരത്തിന്റെ മുകളിലേക്ക് കയറും. പടപട പടപടാ. ചേച്ചി ആരോ വന്നു. പണ്ടാരനായിരിക്കും. ആരാ? എന്താ? തളിച്ചിക്കോഴിയുടെ വീട് എവിടാ മോളെ? വഴിയൊക്കെ ഞാൻ മറന്നുപോയി, ഒന്ന് പറഞ്ഞതാ. കോഴിയമ്മയുടെ വീടാണോ? അതെ, കോഴിയമ്മയുടെ വീട് തന്നെ. മിടുക്കി. ഞാൻ അവളുടെ മുത്തച്ഛനാ, പൂവൻ. ആണോ? ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഒരാൽമരമുണ്ട്. ആൽമരം കഴിഞ്ഞ് പോകുമ്പോൾ വലത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി പോയാ മതി. കോഴിയമ്മയുടെ വീടായി. കുറെ നടക്കണം. ശരി ശരി, വളരെ ഉപകാരം മോളെ. പണ്ടാരൻ പോയി. ഏയ് പണ്ടാരാ. ഏതായാലും ഒന്നിരിക്കാം. അയ്യ, നല്ല കാറ്റ്. ഏതാ ഈ വയസ്സൻ കോഴി? കണ്ടിട്ട് ഇവിടെ എങ്ങും ഉള്ളതല്ല, വഴിതെറ്റി വന്നതാവും. ഒരനക്കവുമില്ല. ഒരു തമാശ ഒപ്പിച്ചാലോ? വാ വാ വാ. എന്താ പിള്ളേര് വെള്ളം വയ്ക്കുന്നത്? വഴി മറന്നുപോയല്ലോ. പിള്ളേരെ, ഈ തടിച്ചിക്കോഴിയുടെ വീട് ഇങ്ങോട്ടോ അങ്ങോട്ടോ? പതിയെ നടക്കാം. ഹായ് മാമ്പഴം. എത്തുന്നില്ലല്ലോ. അയ്യോ, എന്റെ മാമ്പഴം. മാങ്ങയോ? എന്തായാലും ആ തടിച്ചിയുടെ മക്കൾക്ക് കൊടുക്കാം. അതെന്റെ മാമ്പഴമാണ്. ഇടാ കുഞ്ഞാ, ഈ മാവിൽ കായ്ക്കുന്നതൊക്കെ നിന്റെ വാങ്ങാവുന്നത് എങ്ങനെയാ? ഞാനാ അത് താഴെ ഇട്ടത്. കള്ളം പറയാതെ കൊച്ചെന്നെ, ഇത് കാറ്റടിച്ച് താഴെ വീണതാ. ഇതേ ഞാൻ എടുക്കും. ഈ കിഴവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അയ്യോ, ഞാൻ ചത്തേ. അയ്യോ കിട്ടു ഉറങ്ങി. അമ്മ
വരുന്നതിന് മുമ്പ് തിരികെ എത്തണം. നീ എങ്ങോട്ടാ അപ്പു? ഞാനെന്റെ വള്ളിയും പാട്ടയും അന്വേഷിച്ച് ഇറങ്ങിയതാ. അതെവിടെ പോയി? ഒന്നും പറയണ്ട, ആലോചിക്കുമ്പോഴേ ചിരി വരുന്നു. കഷ്ടമായിപ്പോയി അപ്പു. ആ അപ്പൂപ്പനോട് നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. പാവം അപ്പൂപ്പൻ രാവിലെ എന്നോട് വന്ന് വഴി ചോദിച്ചതാ. പക്ഷെ നിന്റെ അടുത്ത് എങ്ങനെ എത്തി? വാ അപ്പു, നമുക്ക് അപ്പൂപ്പനെ കണ്ടുപിടിക്കാം, എന്നിട്ട് വീട്ടിലെത്തിക്കാം. വാ. അയ്യോ, എനിക്ക് വയ്യായേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ഓടി വരണേ. ആരെങ്കിലും ഒന്ന് ഓടി വായോ, ഓടി വായോ. വാ അപ്പു, നമുക്ക് നോക്കാം. അയ്യോ അപ്പൂപ്പാ. അയ്യോ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ. അയ്യോ. വാ അപ്പു. അപ്പൂപ്പൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒന്നും പറയണ്ട. ആ വികൃതി പിടിച്ച പച്ചത്തുള്ളന്മാരാ എന്നെ വഴി തെറ്റിച്ചത്. ഓ, വാ അപ്പൂപ്പ, അപ്പൂപ്പനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അതെ, മൂത്തവരോട് അല്പം കൂടി വിനയമാകാം. നിങ്ങൾ ആ കാർട്ടൂനെ കണ്ടു പഠിക്കേ. ഇത് എടുത്തോ, എടുത്തോ. അച്ഛാ, അച്ഛാ. ആ, എത്തിയോ? എന്താ മാഷേ ഇത്?
ദേ കുറച്ച് ക്യാരറ്റ് ഉണ്ട്. ഹായ് ക്യാരറ്റ്. അമ്മേ ക്യാരറ്റ്. ഇങ്ങി വാ രണ്ടുപേരും. ഇവിടെ ഇരിക്കെ. അതെടുത്ത് കടിക്കല്ലേ. ഞാൻ അതുകൊണ്ട് എന്തേലും ഉണ്ടാക്കി തരാം. അമ്മ എനിക്ക് ക്യാരറ്റ് ഹൽവ മതി. അമ്മ എനിക്ക് ജ്യൂസ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അമ്മേ ക്യാരറ്റ് കൊണ്ട് വറ്റൽ ഉണ്ടാക്കാൻ പറ്റോ? ഉണ്ടാക്കാലോ. ബബ്ലുനോ? എനിക്ക് ക്യാരറ്റ് പായസം മതി. അല്ല, മാഷിന് എന്താ വേണ്ടേ? ഓ, എനിക്ക് സാലഡ് മതി. കൊള്ളാലോ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതെല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. 4-5 ദിവസങ്ങളിലായി ഉണ്ടാക്കും. മതിയോ? ശരി. ഇന്ന് ക്യാരറ്റ് ഹൽവ. ഇനി രണ്ടുപേരും പോയിരുന്ന് പഠിച്ചേ. ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിക്കാം. വയ്ക്കോ. അപ്പോ ഹൽവയ്ക്ക് 2 ക്യാരറ്റ്, ജ്യൂസിന് 3, വറ്റലിന് 1. അത് വലുതിരിക്കട്ടെ. പായസത്തിന് 2, സാലഡിന് 1. അതെ, ഇതെല്ലാം ഉണ്ടാക്കി തരുന്നതിന് എനിക്കൊരു ക്യാരറ്റ്. അപ്പോ മിച്ചം 1. ഇപ്പൊ എത്ര ക്യാരറ്റായി? എനിക്കറിഞ്ഞൂടാ. അയ്യേ, ഇനി എന്നാ കൂട്ടാൻ പഠിക്കുന്നേ? ഒന്ന് കൂട്ടി പറഞ്ഞേ. ഇന്ന് ക്യാരറ്റ് ഹൽവ. അതിന് 2 എണ്ണം മാറ്റി വെച്ചേ. 1, 2. എനിക്ക് ഹൽവ വേണ്ട. എന്നാ വറ്റലിനുള്ള ഒരു ക്യാരറ്റ് കൂടി മാറ്റി വെച്ചു. ഇപ്പൊ എത്രയായി? 1, 2, 3. അപ്പോ 2ഉം 1ഉം 3. നാളെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കും. ജ്യൂസിന് 2 ക്യാരറ്റ് വേണം. ദാ ക്യാരറ്റ്. ഇപ്പൊ 2ഉം 3ഉം എത്രയായി? 3, 4, 5. 5. അമ്മ ഇന്ന് ജ്യൂസും ഹൽവയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോ എത്ര ക്യാരറ്റ് വേണം? ജ്യൂസിന് 2, ഹൽവയ്ക്ക് 2. 1, 2, 3, 4. 2, 2, 4 ക്യാരറ്റ് വേണം. ഹാ, മിടുക്കൻ. അപ്പോൾ വറ്റല് കൂടി ഉണ്ടാക്കിയാൽ 4ഉം 1ഉം 5. അല്ലേ അച്ഛാ? മിടുക്കി. നമ്മൾ നാളെ പായസം വെക്കുന്നു. അതിന് 2 ക്യാരറ്റ് വേണം. ഇപ്പൊ എത്രയായി പറഞ്ഞേ? 6, 7. 7. എനിക്ക് നാളെ സലാഡ് വേണം. സാലഡ്. അതിന് 1 ക്യാരറ്റ്. അപ്പോൾ 7, 8. 7, 1ഉം 8. അമ്മയുടെ 1 ക്യാരറ്റ്. 8ഉം 1ഉം 9. ഇനി 1 മിച്ചം. അപ്പോ ആകെ എത്ര ക്യാരറ്റായി? 9, 1, 10. മിടുക്കന്മാർ. നിക്കടാ അവിടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
വെള്ളരിക്ക പട്ടണത്തിലെ രാജാവായ ശുംഭക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ഒരു കള്ളൻ പരാതിയുമായി എത്തി. പ്രഭു, ഞാൻ ഇന്നലെ എന്റെ അയൽക്കാരന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ വീടിന്റെ ജനാല ഇളകി വീണ് എന്റെ കാലിന് പരുക്കുപറ്റി. എനിക്കിനി മോഷ്ടിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്റെ അയൽക്കാരന് തക്കതായ ശിക്ഷ കൊടുക്കണം. ശുംഭക മഹാരാജാവ് മന്ത്രിയെ വിളിച്ചു. ഇത് ന്യായമാണല്ലോ. എന്താണ് ചെയ്യുക? ഇയാളുടെ അയൽക്കാരനെ ഉടൻ വിളിപ്പിക്കണം. സേനാപതി, റാൻ, ഇയാളുടെ അയൽക്കാരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവാ. റാൻ അടുത്ത് നിന്ന ഭടന്മാരെ നോക്കി സേനാപതി മൂളി. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് തന്നെ അയൽവാസിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. നിന്റെ വീടിന്റെ ജനാല ഇടിഞ്ഞു വീണാണോ ഇയാളുടെ കാലിന് പരിക്കുപറ്റിയത്? പ്രഭു, ഇയാൾ ഒരു കള്ളനാണ്. ഇയാൾ മോഷ്ടിക്കാൻ കയറിയപ്പോഴാണ് ജനാല ഇളകിയത്. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ജനാല നിന്റേതാണോ? അതെ. ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. ജനാല എന്റേതാണെങ്കിലും അത് ഉറപ്പിച്ചത് മേസ്തിരിയല്ലേ. അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരൻ. എന്റെ വീട് കെട്ടിയ മേസ്തിരിയല്ലേ. എന്നെ രക്ഷിക്കണം പ്രഭു. അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. വീട് കെട്ടിയ മേസ്തിരിയാണ് കുറ്റക്കാരൻ. ശരിയാണല്ലോ. എന്നാൽ വീട് കെട്ടിയ മേസ്തിരിയെ കൊണ്ടുവരൂ. സേനാപതി, നീയാണോ ഇയാളുടെ വീട് കെട്ടിയത്? അതേ പ്രഭു. കൊള്ളാം. അയാളുടെ ജനാല ഇളകി വീണ് ഈ നിൽക്കുന്ന പാവം കള്ളന്റെ കാലിന് പരിക്കേറ്റു. അയാൾക്കിപ്പോൾ മോഷ്ടിച്ച് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പോൾ വീട് കെട്ടിയ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. ഞാൻ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചന്തമുള്ള ചുവന്ന സാരി ഉടുത്ത് ഒരു സ്ത്രീ ആ വഴി പോയി. ഞാൻ അവളെ നോക്കിക്കൊണ്ട് ജനാല വെച്ചപ്പോൾ അത് ഉറക്കാതെ പോയി. അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരൻ. അതുവഴി വന്ന ആ സ്ത്രീയല്ലേ. എന്നെ രക്ഷിക്കണം പ്രഭു. അത് ന്യായം തന്നെ. മന്ത്രി തലകുലുക്കി. സേനാപതി, ആ സ്ത്രീയെ ഉടനെ കൊണ്ടുവരൂ. നീയാണോ ഇയാൾ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചുവന്ന സാരി ഉടുത്ത് അതുവഴി പോയത്? അതേ പ്രഭു. പക്ഷേ നിന്റെ ചുവന്ന സാരി കാരണം വീട് കെട്ടിക്കൊണ്ടിരുന്ന ഇയാളുടെ ശ്രദ്ധ മാറി ജനൽ ഉറക്കാതെ പോയി. ജനല് വീണ് മോഷ്ടിക്കാൻ കയറിയ ഈ പാവം കള്ളന് പരിക്കുപറ്റി. ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. ഇവളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. എന്റെ സാരിക്ക് നിറവും ചന്തവും കൊടുത്തത് അതുണ്ടാക്കിയ ആളല്ലേ. അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരി. എന്റെ സാരി നെയ്ത ആ നെയ്ത്തുകാരനല്ലേ. എന്നെ രക്ഷിക്കണം പ്രഭു. എന്നെ രക്ഷിക്കണം. അതും ന്യായം തന്നെ. എന്നാൽ നെയ്ത്തുകാരനെ കൊണ്ടുവരൂ സേനാപതി. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് നെയ്ത്തുകാരനായ ചിത്രാംഗതനെയും കൊണ്ടുവന്നു. നിങ്ങളാണോ ഈ നിൽക്കുന്ന സ്ത്രീയുടെ ചുവന്ന സാരി നെയ്തത്? അതേ പ്രഭു. ഇവർ എന്റെ കയ്യിൽ നിന്നും സാരി വാങ്ങിയതായി ഓർമ്മയുണ്ട്. അഹങ്കാരി! നീ നെയ്ത ചുവന്ന സാരി കാരണം വീട് കെട്ടിക്കൊണ്ടിരുന്ന ഇയാളുടെ ശ്രദ്ധ മാറി ജനൽ ഉറക്കാതെ പോയി. ജനല് വീണ് മോഷ്ടിക്കാൻ കയറിയ ഈ പാവം കള്ളന് പരിക്കുപറ്റി. ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. സേനാപതി, ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, എന്തിന് എന്നെ തൂക്കിക്കൊല്ലണം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പ്രഭു? എന്റെ ഭാര്യയും മക്കളെയും അനാഥരാക്കരുത് പ്രഭു. അനാഥരാക്കരുത്. ചിത്രാംഗതന്റെ യാചനയൊന്നും രാജാവ് ചെവിക്കൊണ്ടില്ല. തൂക്കിലേറ്റാൻ ആരാച്ചാറെത്തി. തൂക്ക് കയർ ശരിയാക്കി. കഴുമരത്തിനടുത്തെത്തിച്ച ചിത്രാംഗതനെ ആരാച്ചാർ തുറച്ചു നോക്കി. ഇയാളെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല. എന്താ കാര്യം? ഇയാളുടെ കഴുത്ത് തീരെ മെലിഞ്ഞതാണ്. കുരുക്ക് മുറുകില്ല. അതുകൊണ്ട് ഇയാൾ ചാവുകയുമില്ല. സേനാപതി, റാൻ, ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം. പക്ഷേ എങ്ങനെ പ്രഭു? തൂക്കുകയറിന്റെ പാകത്തിന് കഴുത്തുള്ള ഒരാളെ ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും. റാൻ, പ്രഭു,
എന്നാൽ നെയ്ത്തുകാരന്റെ മകനായാലോ? ആയിക്കോട്ടെ. രാജാവിന്റെ കൽപ്പന കേട്ട് ചിത്രാംഗതൻ ബോധശൂന്യനായി നിലം പതിച്ചു. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് ചിത്രാംഗതന്റെ വളർത്തുമകനായ വീരുവിനെ കൊണ്ടുവന്നു. വീരുവിനെ കണ്ട് ആരാച്ചാർക്ക് സന്തോഷമായി. ഇവന്റെ കഴുത്തിന് പാകം. കുട്ടിയുടെ സന്തോഷം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സന്തോഷത്തോടെ കഴുമരത്തിൽ കയറുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് അതിന്റെ കാര്യം? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇന്നേ സ്വർഗവാതിൽ ഏകാദശിയല്ലേ? ഇന്ന് മരിച്ചാൽ ഉടലോടെ സ്വർഗത്തെത്തും. പിന്നെ പറയണോ, രാജാവിന് പോലും കിട്ടാത്ത താമസം, ഭക്ഷണം, ധനം, എല്ലാം. സേനാപതി സ്തബ്ധനായി വീരുവിനെ നോക്കി നിൽക്കാതെ പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കണം. ഉടലോടെ സ്വർഗത്ത് പോകുമെങ്കിൽ കുട്ടിക്ക് പകരം എന്നെ തൂക്കിക്കൂടെ? കുട്ടിക്കിനിയും സമയമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സേനാപതിയായ എനിക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. കയർ എന്റെ കഴുത്തിലേക്കിടൂ. മന്ത്രിയുള്ളപ്പോൾ പിന്നെ സേനാപതി അതിനായി ശ്രമിക്കണ്ട. ഇതെല്ലാം കണ്ടു നിന്ന ശുംഭക മഹാരാജാവ് അവിടേക്ക് പാഞ്ഞെത്തി. സ്വർഗത്തുടലോടെ പോകാൻ കഴിയുമെങ്കിൽ അതിന് നിങ്ങൾ ആരും മത്സരിക്കണ്ട. രാജാവായ ഞാൻ തന്നെയാണ് അതിന് പരമയോഗ്യൻ. ആരാച്ചാർ, കയർ എന്റെ കഴുത്തിലേക്കിടൂ. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായി നിന്നു. ഇതിനിടയിൽ വീരു ഓടിപ്പോയി ചിത്രാംഗതനെ കുലുക്കി വിളിച്ചു. വാ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഈ വെള്ളരിക്കാ പട്ടണത്തിൽ ഇങ്ങനെ ആന മണ്ടത്തരങ്ങൾ പലതും നടക്കും. വീരു ചിത്രാംഗതനെയും കൂട്ടി കഴുമരത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തോടെ വേഗം വീട്ടിലേക്ക് ഓടി. എന്താ പൂപ്പി, നീ നാഗ സന്തോഷത്തിലാണല്ലോ. എനിക്ക് എപ്പോഴും സന്തോഷം തന്നെ. നിങ്ങൾ വരുന്നോ? നമുക്ക് കളിക്കാം. നല്ല തമാശ. നിന്നോട് കളിക്കാനോ? ഞങ്ങൾക്ക് തീറ്റ തേടണം. എനിക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ അവരോടൊപ്പം പറക്കാമായിരുന്നു. കോഴിയമ്മേ, കുഞ്ഞുങ്ങളുമായി എങ്ങോട്ടാ? ഞങ്ങൾ തീറ്റ അന്വേഷിച്ചിറങ്ങിയതാണ്. നിന്നെപ്പോലെ എപ്പോഴും കളിച്ചു നടന്നാൽ മതിയോ? കോഴിയമ്മയ്ക്ക് എന്താ കുരുവികളെ പോലെ പറന്നു പോയി തീറ്റ അന്വേഷിച്ചൂടെ? ഇപ്പോഴും കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കണ്ടല്ലോ. നല്ല തമാശ. പൂപ്പിക്കുട്ടാ, എനിക്ക് കുരുവികളെ പോലെ പറക്കാനാവില്ല. പറക്കാൻ കഴിയില്ലെന്നോ? പിന്നെന്തിനാ കോഴിയമ്മയ്ക്ക് ചിറകുകൾ?
അത് പിന്നെ ചിറക് പറക്കാൻ തന്നെ. പക്ഷേ കുരുവികളെ പോലെ പറക്കാനാവില്ല. വളരെ കുറച്ചു ദൂരം, അത്രമാത്രം. ഇപ്പൊ മനസ്സിലായി, കോഴിയമ്മയ്ക്ക് ഇത്രേ പറക്കാനാകും. എന്നെ പേടിച്ചാണോ നീ ഓടിയത്? നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഓടി വരുന്നത് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. നീ എന്താ എപ്പോഴും വെള്ളത്തിൽ നീന്തുന്നത്? നിനക്ക് ചിറകുണ്ടല്ലോ, എന്താ നിനക്ക് പറഞ്ഞൂടെ? ചിറകുണ്ടെങ്കിലും എനിക്ക് വളരെ ദൂരം പറക്കാനാവില്ല. ഞങ്ങൾ താറാവുകൾക്ക് വെള്ളത്തിൽ നീന്തി കളിക്കാനാണ് ഇഷ്ടം. എന്താ കാക്കച്ചി, കോഴിയമ്മയെ പോലെ പതുക്കെ നടന്ന് കൊത്തിപ്പറക്കിക്കൂടെ? കൊള്ളാം. പറക്കാൻ കഴിയുന്ന ഞാൻ എന്തിനാണ് നടക്കുന്നത്? പറന്ന് പറന്ന് കൊത്തിപ്പെറുക്കുന്നതാണ് എനിക്കിഷ്ടം. ഹോ, കഷ്ടം തന്നെ. എനിക്കും ഇതുപോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ പരുന്ത് എപ്പോഴും മാനത്ത് തന്നെ. എന്ത് രസമായിരിക്കും ഇങ്ങനെ വട്ടം വിട്ട് പറക്കാൻ. അതാവും അവൻ താഴേക്ക് വരാത്തത്. ഒരു കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് പോലും പറക്കാനാകും. എനിക്കും പറക്കണം. ഞാനും പറക്കാൻ പോവുക. അയ്യോ അമ്മേ, ആ അയ്യോ അമ്മേ, അയ്യോ. എന്താ പൂപ്പിക്കുട്ടാ ഇങ്ങനെ വികൃതികളൊക്കെ കാട്ടുന്നത്? ചിറകില്ലാതെ എങ്ങനെയാ പറക്കാൻ കഴിയുക? പക്ഷികൾക്കേ പറക്കാനാവൂ. എനിക്ക് ചെറുകും വേണ്ട, പറക്കും വേണ്ട. പിണങ്ങല്ലേ പൂപ്പിക്കുട്ടാ. ഞങ്ങൾ പക്ഷികൾക്ക് നിന്നെപ്പോലെ ഓടാനും ചാടാനും കഴിയില്ലല്ലോ. നിന്റെ കഴിവിൽ നീ സന്തോഷിക്കുകയാണ് വേണ്ടത്. ശരി.